ആരാ പാടുന്നത്? ശിവാംഗി പാടിക്കേട്ടത് രസമുണ്ടായിരുന്നു. ആരാ ഒന്ന് പാടിയേ? ഇടയ്ക്ക് സപ്പോർട്ട് ചെയ്യാവോ? നിങ്ങൾ എന്ത് ചെയ്യുന്നത് നിങ്ങൾക്കറിയോ? ഒറിജിനൽ സിംഗറെ സപ്പോർട്ട് ചെയ്യാമോ? അത് ഞാൻ ചോദിച്ചത് ഇടയ്ക്ക് സപ്പോർട്ട് ചെയ്യാം. സപ്പോർട്ട് ഉണ്ടെങ്കിൽ നന്നായിരിക്കില്ലേ എന്ന് നല്ല ഉദ്ദേശത്തിൽ ചോദിച്ചതാ. ദയവായി ട്രോളർ ഇത്. അയ്യോ ലക്കലക്കലൊക്കെ കേട്ടില്ലെങ്കിൽ ഒരു സുഖം വരില്ല. ആ പാട്ടിന്റെ ഒരു ഫിനിഷിങ് വേണമെങ്കിൽ നമുക്ക് അതുകൂടെ കേൾക്കണമെന്ന് തോന്നും. ഈ ശിഷ്യന്മാര് ഒരുപാട് പേര്, ശിഷ്യകൾ ഒരുപാട് പേരുണ്ടാവും. അപ്പോൾ ശ്വേത ഇപ്പോ ഈ തെന്നിന്ത്യയിൽ തന്നെ ഏറ്റവും ടോപ്പ് പാട്ടുകൾ പാടിക്കൊണ്ടിരിക്കുക. ഇപ്പൊ ഇളയരാജ സാറിന്റെയും മേറമാൻ സാറിന്റെയൊക്കെ സ്ഥിരം ഗായികയായിട്ട് അത് കാണുമ്പോൾ നമുക്കുണ്ടാവുന്ന ഒരു സന്തോഷമില്ലേ? തീർച്ചയായിട്ടും. കുറേ പ്ലേബാക്ക് സിംഗേഴ്സ് ഉണ്ട്. ആന്ധ്രയിലുണ്ട് ഗോപിക പൂർണിമ എന്നുള്ളത്, പിന്നെ ശ്വേത, കുറേ കുട്ടികള്. എൻ്റെ ശ്രേയ ജയദീപ് കൊച്ചിലെ വന്നതാ പഠിക്കാനായിട്ട്. കുറേ പേര് അങ്ങനെ ഉണ്ട്. നമ്മുടെ രഞ്ജിത്ത് ഉണ്ണി, എൻ്റെ മെഡജിമിക്ക് കമ്മൽ പാടിയ, അങ്ങനെ കുറേ ഇവിടെ തമിഴ് ആൾക്കാർ. റിമി 4 വർഷം കൊറോണയ്ക്ക് തുടങ്ങിയത്. റിമി ടോമി അവള് കറക്റ്റായിട്ട് പഠിച്ചുകൊണ്ട് പോകുന്നുണ്ട്. സോ അതിൽ ശ്വേത എടുത്ത് പറയാൻ കാരണം എന്തെന്ന് വെച്ചാൽ, ശ്വേത സാപ്പാസ തൊട്ട് എൻ്റെ സ്വന്തം കുട്ടിയെന്ന് പറയാം പഠിച്ചത് എൻ്റെ അടുത്തത്. അത് കഴിഞ്ഞൊരു 7-8 വർഷം കഴിഞ്ഞാണ് അവൾ പ്ലേബാക്ക് സിംഗറായിട്ട് പോയത്. എന്താ പ്രശ്നം എന്ന് പറഞ്ഞാൽ, പ്ലേബാക്ക് സിംഗറായിട്ട് തുടങ്ങിക്കഴിഞ്ഞ് പിന്നെ അവൾ ഒറ്റ പോക്കായിരുന്നു. ഇതുവരെ പിടിച്ചാൽ കിട്ടുന്നില്ല. പക്ഷേ അതിൻ്റെ ഇടയിലും സമയം കിട്ടി എപ്പോഴും പഠിച്ചുകൊണ്ട് തന്നെ ഇരിപ്പുണ്ട്. അപ്പം ചിലപ്പോൾ ഞാൻ ഇപ്പോഴൊക്കെ ചിലപ്പോൾ ഷൂട്ടൊക്കെ ഉള്ള നേരം നമ്മൾ ചിലപ്പോൾ ബിസി ആണെങ്കിൽ കൃഷ്ണനും ബിസി ഇല്ലാത്ത നേരത്തിൽ, കൃഷ്ണൻ വേറൊരു ബിസി, പക്ഷേ കൃഷ്ണനും എടുക്കാറുണ്ട്. അങ്ങനെ കാരണം എല്ലാം പഠിപ്പിച്ച് കഴിഞ്ഞു. മനോധർമ്മം എല്ലാ കാര്യങ്ങളും ശ്വേതയ്ക്ക് പറഞ്ഞു കൊടുത്ത് കഴിഞ്ഞു. പക്ഷെ അവൾക്ക് അത് പ്രോപ്പറായിട്ട് പ്രാക്ടീസ് ചെയ്തൊരു കച്ചേരി ചെയ്യാനായിട്ട് പറ്റണില്ല. കാരണം എല്ലാ വീക്കും ഒരു 2-3 ഗാനമേളകളും റെക്കോർഡിങ്സും ഉണ്ട്. അപ്പം ഞാനും പറഞ്ഞു, തമിഴിലൊരു ചൊല്ലുണ്ട്, കാറ്റുള്ളമ്പോഴല്ലേ തൂറ്റാൻ പറ്റുള്ളൂ എന്ന്. തൂറ്റാൻ എന്ന് പറഞ്ഞാൽ ചാറൽ, മഴയ്ക്ക് പറയണതാണ്. എന്ന് പറയുമ്പം നിനക്ക് അങ്ങനെ ഒരു ചാൻസ് ഇങ്ങോട്ട് വരുമ്പോഴത്തേക്കും അതിൽ സാരമില്ല, അതിൽ ബിസി ആയിക്കോളൂ, കുഴപ്പമില്ല. കർണാട്ടിക് പാടർ അങ്ങനെയൊന്നും ഞാൻ ആരെയും ഇത് ചെയ്യാറില്ല. എനിവേ അത് ഭയങ്കര ഒരു പ്രൗഡാണ് അവളെ. അതുകൊണ്ട് തന്നെ ഞാൻ ചിലപ്പോൾ പൊസസീവ് ആണോ എന്ന് വരെ തോന്നും ശ്വേതയുടെ പേരിൽ. എനിക്ക് ശ്വേതയാണ് ഏറ്റവും കൂടുതൽ ഞാൻ വഴക്ക് പറഞ്ഞിരിക്കുന്ന ഒരു കുട്ടിയും. അതുകൊണ്ടാണ്, കാരണം അത്രയും കാലിബർ ഉണ്ടെന്നറിയാം. അതുപോലെ ഇപ്പോൾ വേൾഡ് വൈഡായിട്ട് നമ്മൾ BMK ഗ്ലോബൽ അക്കാഡമി അങ്ങനെ അതെ നടത്തുന്നുണ്ട്. ഞങ്ങൾ ബാലമുരളീകൃഷ്ണ ഗുരുജിയുടെ വളരെ പെറ്റായിട്ടുള്ള ഒരു സ്റ്റുഡൻറ്റ്. കൃഷ്ണനെ 7ാമത്തെ മോൻ എന്നാണ് പറഞ്ഞത്. ഗുരുജിക്ക് 6 കുട്ടികൾ. അപ്പോൾ അങ്ങനെ ഉണ്ട്. അപ്പം ഓരോ കൺട്രീസിലും അവിടുത്തെ വൺ ഓഫ് ദി ടോപ്പ് കുട്ടികൾ പാടുന്നവർ നമ്മുടെ സ്റ്റുഡൻസാണ്. അത് വലിയൊരു അഭിമാനത്തിൻ്റെ ഇതാണ്. ഈ കുട്ടിയെ കൂടെ കുറച്ചുകൂടെ പഠിപ്പിച്ചെടുക്കണം. എന്താണെന്നറിയാം രജനീഷേ, ഇതിന്റെ കർണാട്ടിക് മ്യൂസിക് പഠിക്കുന്നതിന്റെ ഒരു ഇത് എന്താണെന്ന് വെച്ചാൽ, അതിൽ നമ്മൾക്ക് ക്രിയേറ്റിവിറ്റിയാണ് ഏറ്റവും വലുത്. ആ ക്രിയേറ്റിവിറ്റിയിലേക്ക് വരാനാണ്, അതായത് മനോധർമ്മ സംഗീതത്തിലേക്ക് വരാനാണ് നമ്മൾ ഈ വർണ്ണവും കീർത്തനവും ഇതെല്ലാം പഠിക്കണത്. ഞാൻ എൻ്റെ കുട്ടികളോട് പറയും, നിങ്ങൾ ഒരു വീടുണ്ടാക്കുകയാണ്, നിങ്ങളിപ്പോഴും പഠിച്ചു തുടങ്ങിയില്ല. യു ആർ കളക്ടിങ് ദി മെറ്റീരിയൽസ്, അതായത് ഇഷ്ടിക, ഓട്, സിമൻറ്റ്, കമ്പി, വെള്ളം, ഇതെല്ലാം നമ്മൾ കളക്ട് ചെയ്തതിന് ശേഷമാണ് ഒരു ബിൽഡിംഗ്, ഒരു വീടായിട്ട് വരണത്. അല്ലാണ്ട് ചുമ്മാ വീട് വരില്ലല്ലോ. അതേപോലെ ഈ വർണ്ണങ്ങൾ പഠിക്കുന്നതും സ്വരങ്ങൾ പ്രാക്ടീസ് ചെയ്യുന്നതും കീർത്തനങ്ങൾ ഇതുപോലെ സംഗതികൾ ഒക്കെ ചെയ്ത് നമ്മൾ ബിൽഡ് ചെയ്യുന്നത് എന്തിനു വേണ്ടി? കുറേ രാഗങ്ങൾ പഠിച്ച് അങ്ങനെ വരുമ്പോഴേ നമുക്ക് മനോധർമ്മത്തെ കുറിച്ച് ഒരു ക്ലാസ് ഉണ്ട്. അത് സാറും കൂടെ വന്നിട്ടാണ് നമ്മൾ എടുക്കുക. ഈ കുട്ടിയിലേക്ക് മനോധർമ്മം വരണം, അതൊക്കെ അതിനു വേണ്ടിയാണ് പറയണത്. കുട്ടിക്ക് മനോധർമ്മം വരാൻ കുറച്ച് ടൈം എടുക്കും, പക്ഷെ പഠിച്ചെടുക്കും എന്നുള്ള ചലഞ്ചാണ് ഇപ്പൊ പറഞ്ഞത്. അതവള് 5 വർഷമാ അതൊക്കെ അവള് അതായത് ഒരു രാഗത്തെ തിരിച്ചറിയണം. അതാണ് ഇതിനകത്ത് ഏറ്റവും വലിയ ചലഞ്ച്. ഇപ്പം നമ്മൾ ഒരു രാഗം, ഇപ്പം ചക്രവാകം എടുത്തു, അതിലെ മധ്യമം മാറ്റിയാൽ എന്ത് രാഗം വരും? സരി ഗ പ ധ നി സ
സനിത പഗരീസ. ഇത് മലയമാരുതമാണ്. സരിഗമ പധനിസ സനിത പമാഗരീസ. അതാണ് ചക്രവാകം. മധ്യമം കട്ട് ചെയ്താൽ സരിഗ പധനി മലയമാരുതമായി. പുലർക്കാല സുന്ദര അതിൻ്റെയൊക്കെ രാഗം. എന്ന ഒരു കാര്യം ചെയ്യാം, അതിൻ്റെ നിഷാദം കട്ട് ചെയ്താൽ ഏത് രാഗമായി? സരിഗ പധ സൗദൗപഗരീസ രസികരഞ്ജിനിയായി. സിന്ദൂരം പെയ്തിറങ്ങി അതൊക്കെ രസികരഞ്ജിനി രാഗത്തിൻ്റെ ബേസാണ്. അപ്പം ഈ ഒരു രാഗത്തിൽ നിന്ന് ഇങ്ങനെ ഓരോ നോട്ട് മാറി മാറി വന്നു കഴിഞ്ഞാൽ ഇനി പാ മാറ്റിയാലോ? സരിഗ മധനിസ സരിത മഗരീസ. ഞാൻ പറഞ്ഞ ചക്രവാകത്തിൻ്റെ ആ പഞ്ചമ മാറ്റിയാൽ ഭുജങ്കിണി എന്നൊരു രാഗമായി. അപ്പം നോക്കൂ, ഒരു രാഗത്തിൽ നിന്ന് എത്ര രാഗങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. ഇതിൻ്റെ ഈ അറിവ് വരണമെങ്കിൽ നമ്മൾ അതിനെ ചിട്ടയായിട്ട് തന്നെ പഠിക്കണം. ദിടീന്ന് ഇപ്പം ഇങ്ങനെ ചോദിച്ചാൽ അത് കറക്റ്റായിട്ട് പറയാൻ പറ്റണമെങ്കിൽ ആ ഒരു പ്രാക്ടീസ് വേണം. കർണാടക സംഗീതം എന്ന് പറഞ്ഞാൽ അതൊരു വലിയ ഒരു ദൈവം തന്നിരിക്കുന്ന ലോകത്തിലെ ഇത്രയും ഒരു മനോഹരമായ ഒരു അറിവിൻ്റെ നിറകുടമാണ് കർണാടക സംഗീതം എന്ന് പറയുന്നത്. ഈ ചക്രവാകത്തിൻ്റെ ഹിന്ദിയിൽ നോർത്ത് ഇന്ത്യയിൽ അതിന് ഒരു ആഹിർ ഭൈരവ്. കാരണം പാടുന്നതിൻ്റെ ഒരു വ്യത്യാസമുള്ളൂ, ആരോഹണം സെയിം ആണ്. മനസ്സിലായോ? അപ്പം ഇതൊക്കെ നമുക്ക് മനസ്സിലാക്കിയെടുക്കാൻ ചുമ്മാ അങ്ങനെ അത് ആ പാട്ടിലെ ആ രാഗങ്ങളിലെയും കീർത്തനങ്ങൾ നമ്മൾ അറിഞ്ഞിരിക്കണം. അപ്പൊ ഇത്രയും പരിപാടി ഉണ്ട്. ഓൺലൈൻ ക്ലാസ് കഴിഞ്ഞു, രജനീഷുമായിട്ടുള്ള ക്ലാസ് കഴിഞ്ഞു. അടുത്തത് ഇത് ഓക്കെ, ഇത് ബഹുമാനിക്കുന്നുണ്ട് ഞങ്ങൾ. പക്ഷെ ഇതിൽ ഒരു വേർഷനും കൂടെ ഉണ്ട്. ആ വേർഷൻ പറയട്ടെ. ഇനി ശിവാംഗിയുടെ അഭിപ്രായം പറയൂ ഇതിനകത്ത്. എവിടെയാ? എവിടെ പോയി? ഞാൻ ഇവിടെ തന്നെ ഉണ്ട്, കേട്ടോണ്ടിരിക്കായിരുന്നു. ഇത്രയും കോൺസെൻട്രേറ്റ് ചെയ്യാനേ പറ്റുള്ളൂ. അഭിപ്രായം നല്ലത് തന്നെ. പക്ഷെ അതിൽ നിന്ന് നമ്മൾ പിച്ച് ചെയ്തിട്ട് നമ്മളിപ്പോൾ എടുത്തോണ്ടിരിക്കുന്ന ഒരു സംഗതി പറയൂ. അല്ല, ഇതിപ്പോ നമ്മൾ കർണാടക സംഗീതം പഠിക്കുന്നില്ല എന്ന് വെച്ചാൽ പ്രോപ്പറായിട്ട് അമ്മയുടെ അടുത്ത് പോയിട്ട് അഭ്യസിക്കുന്നില്ല. പഠിക്കുന്നുണ്ട്, കുട്ടി പഠിക്കുന്നുണ്ടെന്ന് നമുക്കറിയാം, മനസ്സിലാവുന്നുണ്ട്. പക്ഷേ ഇപ്പൊ എന്താ ശിവാംഗിയുടെ മനസ്സിൽ ഇതൊക്കെ കേൾക്കുമ്പോൾ ലെസൺസ് ഒക്കെ ഓക്കെ ആക്സെപ്റ്റ് ചെയ്യുന്നു. പക്ഷെ ഇപ്പൊ നമ്മൾ പൊക്കോണ്ടിരിക്കുന്ന ഒരു വഴിയുണ്ടല്ലോ, നമ്മൾ ചില വെസ്റ്റേൺ കാര്യങ്ങളും ഒക്കെ നമ്മൾ ഇൻകോപ്പറേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ സ്വതന്ത്ര സംഗീതം പക്ഷേ എന്തുതാ നമ്മൾ ഒന്ന് വെസ്റ്റേൺ അതൊക്കെ പഠിച്ചാലും പ്രിവെയിൽ ചെയ്യുന്നത് ഡെഫിനറ്റ്ലി ക്ലാസിക്കൽ മ്യൂസിക് ഡെഫിനറ്റ്ലി പ്രിവെയിൽ ആവും. എന്തിനാ നമ്മുടെ തലയൊരു വാഴ്ക്ക ഒരു വട്ടം അങ്ങനെയൊന്നും അറിയില്ലേ, ഇപ്പൊ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്ക. പക്ഷേ മേ ബി ആഫ്റ്റർ 5 to 10 years തിരിച്ച് ഇതിൽ വരും ഡെഫിനറ്റ്ലി. അപ്പൊ വരുമ്പോ നമുക്ക് അനുകരിക്കണം. അതാണ് എന്റെ ഒപ്പീനിയൻ. അപ്പോഴത്തേക്ക് പഠിച്ചെടുക്കുമെന്നാണ് കുട്ടി പറയണേ. അതിലെനിക്ക് വിശ്വാസമുണ്ട്. അവള് നല്ല ഭയങ്കര ഗ്രാസ്പിംഗ് പവർ ഉള്ള ടച്ച് കുട്ടിയാണ്. കണ്ടോ യൂണിവേഴ്സ് അതാണ് കണ്ടു. ഇനി എല്ലാവരുടെ ഫോണും സൈലന്റ്. അതാ പറയുന്നേ. ഇപ്പൊ എന്തെങ്കിലും ഒരു വിഷയം പറഞ്ഞാൽ ദിടീന്ന് ഫോണിൽ നിന്ന് ഒരു ടിങ് അങ്ങനെ മെസ്സേജ് തന്നാൽ അക്കോർഡിംഗ് ടു മീ ഓക്കെ യൂണിവേഴ്സ് ബദൽ പറഞ്ഞു. ഇല്ലെങ്കിൽ ഒരു 11122233 അങ്ങനെ ഒരു നമ്പർ കണ്ടാ. ഇപ്പൊ കണ്ടാ തമ്പുരുവേ അടിച്ചു. അതെന്റെ കൈ കൊണ്ടതാ. ആ കൈ അമ്മ വീട്ടിനെ തൊടാൻ പോയി. പക്ഷെ അവിടെ ഇത് ഇതിന്റെ കുട്ടിയാണെന്നുള്ളത് മനസ്സിലായി. പക്ഷെ ഇത് ഇച്ചിരി കൂടെ വളർന്നു. അങ്ങനെയാണോ മനസ്സിലാക്കേണ്ടത്?